വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് സെക്കൻഡ് ഇയറിലെ 3rd 4th സെമിസ്റ്ററുകളുടെ ഓവർവ്യൂ ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഈ സെമിസ്റ്ററുകളിൽ എത്ര മേജർ പേപ്പറുകളാണ് വരുന്നത്, അതിൽ തന്നെ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, ഏതൊക്കെ തരത്തിലുള്ള ചാപ്റ്റേഴ്സാണ്, ഇത്രയും പേപ്പേഴ്സ് നമുക്ക് ഈ ഒരു വർഷം കൊണ്ട് എടുത്ത് തീരുമോ, അത് എങ്ങനെ നമുക്ക് പഠിക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് 3rd സെമിസ്റ്ററിൽ 2 മേജർ പേപ്പേഴ്സാണ് വരുന്നത്. ഡ്രാമയും ലാംഗ്വേജ് ഇൻ ആക്ഷൻ എന്നുള്ളൊരു പേപ്പറുമാണ് വരുന്നത്. ഡ്രാമയിൽ നമുക്ക് 18 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അതിൽ തന്നെ കുറച്ച് ഭാഗം തിയറിയാണ്, ഡ്രാമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്ലോട്ട്, ക്യാരക്ടർ തുടങ്ങിയിട്ടുള്ള തിയറികൾ, പിന്നെ ഡ്രാമയുടെ ഒരു ഹിസ്റ്ററിയെ കുറിച്ചിട്ടുള്ള കുറച്ച് ഭാഗം, പിന്നെ നമുക്ക് പഠിക്കാനായിട്ട് കുറച്ച് ഡ്രാമകളും എന്നുള്ള രീതിയിലാണ് ഈ 18 ചാപ്റ്റേഴ്സ് നമുക്ക് ഈ പേപ്പറിൽ വരുന്നത്. പിന്നെ ലാംഗ്വേജ് ഇൻ ആക്ഷനിലും നമുക്ക് 16 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അതിൽ കുറച്ച് ഭാഗം ഈ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട കുറച്ച് തിയറികളും, പിന്നെ നമുക്ക് ഈ ലാംഗ്വേജ് കാണിക്കുന്ന കുറച്ച് ആർട്ടിക്കിൾസും എസ്സേയ്സും ഒക്കെയാണ് ഈ ഒരു പേപ്പറിൽ നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്കറിയാം, നവംബറിലായിരിക്കും നമുക്ക് സാധാരണഗതിക്ക് 3rd സെമിസ്റ്ററിൻ്റെ എക്സാം ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ 2 മേജർ പേപ്പറിന് പുറമെ നമുക്ക് ഈ വർഷം ലാംഗ്വേജിലും 2 പേപ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ വളരെ കൺജസ്റ്റഡ് ആയിട്ട് വരാനാണ് സാധ്യതയുള്ളത്. ഇതുകൂടാതെ നമുക്ക് 4th സെമിസ്റ്ററിൽ 3 മേജർ പേപ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നവംബർ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മാർച്ചിൽ 4th സെമിസ്റ്റർ എക്സാം ഉണ്ടാകുന്ന സമയത്തേക്ക് 3 മേജർ പേപ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറെക്കുറെ നവംബറിന് മുമ്പ് തന്നെ നമ്മുടെ കോളേജുകളിലൊക്കെ ഈ 3rd സെമിസ്റ്റർ അവസാനിപ്പിച്ചുകൊണ്ട് 4th സെമിസ്റ്ററിലേക്ക് കടക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ 4th സെമിസ്റ്ററിൽ നമുക്ക് 3 മേജർ പേപ്പേഴ്സ് വരുന്നത് പോയട്രി, ക്രിറ്റിസിസം, ജെൻഡർ പെർസ്പെക്റ്റീവ്സ് എന്നിവയാണ്. പോയട്രിയിൽ നമുക്ക് 19 ചാപ്റ്റേഴ്സ്, അത് പോയംസ് തന്നെയാണ് വരുന്നത്. ക്രിറ്റിസിസം നമുക്ക് ഒരു തിയറി പേപ്പറാണ്, അതിനകത്ത് 18 ചാപ്റ്റേഴ്സ് വരെ നമുക്ക് വരുന്നുണ്ട്. ഈ ലിറ്റററി ക്രിറ്റിസിസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാഹിത്യ വിമർശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറികളാണ് നമുക്ക് ആ ഒരു പേപ്പറിനകത്ത് വരുന്നത്. നമുക്ക് കഥയോ കവിതയൊന്നും ആ ഒരു പേപ്പറിനകത്ത് ഉണ്ടാവില്ല, തിയറി പോലെയാണ് നമ്മളത് പഠിക്കേണ്ടി വരിക. പിന്നെ നമുക്ക് ജെൻഡർ പെർസ്പെക്റ്റീവ്സിനകത്ത് 17 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് ജെൻഡർ പെർസ്പെക്റ്റീവുമായി ബന്ധപ്പെട്ട കുറച്ച് തിയറികളും, പിന്നെ നമുക്ക് അത് തീമായിട്ട് വരുന്ന കുറച്ച് പോയം, സ്റ്റോറി എന്നുള്ള രീതിയിലുള്ള ലിറ്ററേച്ചറുമാണ് ഇതിനകത്ത് നമുക്ക് വരുന്നത്. അപ്പോൾ പൊതുവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഫസ്റ്റ് ഇയറിനെ അപേക്ഷിച്ചിട്ട് നമുക്ക് സെക്കൻഡ് ഇയറിൽ പേപ്പറുകളുടെ എണ്ണം കൂടുതലാണ്. നമുക്ക് 2 മേജർ പേപ്പർ 3rd സെമിസ്റ്ററിലും 3 മേജർ പേപ്പർ 4th സെമിസ്റ്ററിലും വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഈ ഒരു വർഷം കൊണ്ട് നമുക്ക് തീർക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ കോളേജുകളിലൊക്കെ ഒരുപക്ഷെ പല ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് തന്നെ സെമിനാർ ആയിട്ടൊക്കെ തന്നിട്ട് അത് ചാപ്റ്റേഴ്സ് എടുത്ത് തീർക്കാനുള്ളൊരു സാധ്യതയൊക്കെ ഒരുപക്ഷെ നമുക്ക് ഈ വർഷം കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ തുടക്കം മുതൽ തന്നെ ഈ ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ സീരിയസ് ആയിട്ട് എടുത്താലാണ് ഈ ഒരു വർഷം നമുക്കിത് കവർ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇനി മേജർ പേപ്പറിലെ ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ കഴിഞ്ഞ വർഷത്തെ പോലെ നമ്മൾ ചാനലിനകത്ത് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ വീഡിയോ പ്രിപ്പയർ ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമുക്കിത് യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ പരമാവധി നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് എളുപ്പത്തിൽ ഈ ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമ്മൾ ഓൺലൈനായിട്ടൊരു ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ വളരെ ചെറിയൊരു ഫീസ് മാത്രമാണ് അതിന് ഈടാക്കുന്നത്. ഒരു സെമിസ്റ്ററിന് ഒറ്റ തവണയായിട്ട് 500 രൂപ മാത്രമാണ് ഫീസ് ഈടാക്കുന്നത്. അപ്പോൾ ഒരു സെമിസ്റ്ററിലെ മേജർ പേപ്പേഴ്സ് മുഴുവൻ നമുക്ക് ആ സെമിസ്റ്ററിൻ്റെ എക്സാം കഴിയുന്നത് വരേക്ക് നമുക്ക് ട്യൂഷൻ അവൈലബിൾ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആകെ ഒരു തവണ ഒരു 500 രൂപ മാത്രമാണ് ഫീസായിട്ട് അടയ്ക്കേണ്ടി വരുന്നത്. എല്ലാ മാസവും നമുക്ക് അടയ്ക്കേണ്ടതില്ല. ക്ലാസ്സിൽ ചേരുന്ന സമയത്ത് ഫീസ് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെമിസ്റ്റർ കഴിയുന്നവരേക്ക് നമുക്ക് ആ ക്ലാസ് അവൈലബിൾ ആയിരിക്കും. ഓൺലൈനായിട്ടാണ് നമുക്ക് ആ ക്ലാസ് ഉണ്ടായിരിക്കുക. അതുകൂടാതെ ഈ ക്ലാസ്സിന് ശേഷം നമുക്ക് PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ചാപ്റ്റേഴ്സും കഴിയുന്നതിനനുസരിച്ച് തന്നെ ആ ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒറ്റ PDF ആയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതില്ല. പകരം നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്തുകൊണ്ടൊക്കെയാണ് യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യുക. കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. പരമാവധി നമ്മൾ എല്ലാം കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ നമുക്ക് എളുപ്പത്തിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട്. നമ്മൾ വെറും 500 രൂപ ഒറ്റ തവണ ഫീസായിട്ട് ഒരു സെമിസ്റ്ററിലേക്കുള്ള ട്യൂഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് എല്ലാ മേജർ പേപ്പേഴ്സിൻ്റെയും
ക്ലാസ്സുകൾ എക്സാം കഴിയുന്നത് വരേക്കും ഓൺലൈൻ ക്ലാസ്സായിട്ട് ലഭിക്കും. അതിൻ്റെ നോട്ട്സ് നമുക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കോൺടാക്റ്റ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ ജൂണിൽ തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വർഷം നല്ല രീതിയിൽ തന്നെ പഠിക്കാനും എക്സാമിന് നേരിടാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.